നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുട്ടി 4ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. വായിക്കാനും എഴുതാനൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ അറിയാം. പരീക്ഷയിൽ മാർക്കൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. പഠനത്തോട് പൊതുവെ താല്പര്യം കുറവാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കളികളും കാര്യങ്ങളൊക്കെ അങ്ങനെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇതാണ് ഒരു കുട്ടിയുടെ അവസ്ഥയെങ്കിൽ ആ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പല രക്ഷിതാക്കളും പല ടീച്ചേഴ്സും പല ആളുകളും കരുതുന്നത് ഇത് ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പഠനത്തിൽ പ്രയാസമുള്ള കുട്ടികൾ എല്ലാ ആളുകളും ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആളുകളല്ല. എല്ലാ കുട്ടികൾക്കും ലേണിംഗ് ഡിസബിലിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കാം. പല കുട്ടികളും പഠനത്തിൽ ഇത്തരത്തിൽ പിന്നോക്കം നിൽക്കുന്നത് മറ്റു പല കാരണങ്ങളും കൊണ്ടാണ്. അത് അവരുടെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിക്കുന്ന രീതികൾ ഫോളോ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടോ മറ്റു പല ഫാക്ടേഴ്സും അതിലുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്, ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് എന്ത് സപ്പോർട്ടാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേണിംഗ് ഡിസബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ പഠന പിന്നോക്കാവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യുക. ഇത് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. സോ നമുക്ക് പോയിന്റിലേക്ക് വരാം. അപ്പോൾ എന്താണ് അക്കാഡമിക് ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നത്? ഒരു കുട്ടി അവൻ്റെ പ്രായത്തിനനുസരിച്ചോ അല്ലെങ്കിൽ അവൻ്റെ പഠിക്കുന്ന ക്ലാസ്സിനനുസരിച്ചോ പഠനത്തിൽ പിന്നിലാവുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിൽ അക്കാഡമിക്കലി പെർഫോം ചെയ്യാത്ത അവസ്ഥയാണ് പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത്. ഇത് പല കാരണങ്ങളും കൊണ്ടായിരിക്കാം കുട്ടികൾക്ക് സംഭവിക്കുന്നുണ്ടാവുക. ഇതൊരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കാരണമായിരിക്കില്ല കുട്ടിക്ക് സംഭവിക്കുന്നുണ്ടാവുക. കുട്ടി പഠനത്തിൽ പിന്നിലാവുന്നതിനുള്ള ഒരു കാരണം ചിലപ്പോൾ അത് കുട്ടിക്ക് ഏർലി സ്റ്റാൻഡേർഡുകളിൽ, അതായത് സ്കൂളിൽ പോയി തുടങ്ങുന്ന കാലത്ത് ഫൗണ്ടേഷൻ വേണ്ട രീതിയിൽ കിട്ടാത്തത് കൊണ്ടാവാം. അതുപോലെ തന്നെ സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് മനസ്സിലാവാതെ ടീച്ചർക്ക് പഠിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാവാം. അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് സ്കൂൾ ഇങ്ങനെ മാറി മാറി പോകുന്ന സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉള്ളത് കാരണമാവാം. ഓരോ സ്കൂൾ മാറുന്നതിനനുസരിച്ച് ആ സ്കൂളിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവാം. അതുപോലെ തന്നെ കുട്ടിക്ക് പഠിക്കുന്നതിനോട് ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തത് ഉണ്ടാവാം. പാരന്റിന്റെ അടുത്ത് നിന്നുള്ള വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാവാം. മറ്റൊരു പ്രധാന കാരണം കുട്ടിക്ക് വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം. സ്ട്രെസ്, ആങ്സൈറ്റി, അല്ലെങ്കിൽ കുട്ടിയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രോമ കാരണമാവാം. അതുപോലെ തന്നെ ഇപ്പോൾ പാരന്റ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് കുട്ടിക്ക് ഭയങ്കര സ്ക്രീൻ ടൈമാണ്, ഒരുപാട് സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നു, ഗെയിം കളിച്ച് സ്പെൻഡ് ചെയ്യുന്നു. ഇതൊക്കെ കാരണം കുട്ടിക്ക് പഠനത്തോടുള്ള ഫോക്കസ് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാവാം. അതുപോലെ വീട്ടിൽ വേണ്ട രീതിയിൽ കുട്ടിക്ക് പഠിക്കാൻ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാവാം. ഉദാഹരണത്തിന് ഡൈനിങ് ടേബിളൊക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയും അല്ലെങ്കിൽ ബെഡിൽ ഇരുന്നു കൊണ്ട് പഠിക്കുന്ന കുട്ടിയും ഒരു സ്റ്റഡി ടേബിളിൽ വീട്ടിൽ ഒരു സ്റ്റഡി കോർണറിൽ ഇരുന്നിട്ട് ഒരു പ്രോപ്പർ സീറ്റിങ്ങിൽ ഒരു കസേരയിലൊക്കെ നല്ല രീതിയിൽ ഇരുന്നിട്ട് കുറച്ചധികം സമയമൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടിയുടെ പഠനവും അതുപോലെ തന്നെ ഈ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത കുട്ടിയുടെ പഠനവും തമ്മിൽ, പഠന നിലവാരവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. കുട്ടിയിൽ വേണ്ട രീതിയിലുള്ള ഒരു ഹാബിറ്റ്, പഠനശീലങ്ങൾ വളർത്തിയെടുക്കാൻ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ വളരെ ആവശ്യമുള്ള കാര്യമാണ്. സോ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടും കുട്ടി പഠനത്തിൽ പിന്നിലാവാം. കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് സ്കൂളിൽ ആബ്സെന്റ് ആവുന്നത് കാരണം ക്ലാസ്സുകൾ മിസ്സാവുന്നത് കൊണ്ട് കുട്ടികൾ പഠനത്തിൽ പിന്നിലാവാം. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കുട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല എൻവയോൺമെന്റൽ, സോഷ്യൽ അല്ലെങ്കിൽ ഇമോഷണൽ ഫാക്ടേഴ്സ് കാരണമാണ് കുട്ടിക്ക് പഠനത്തിൽ പിന്നോക്കായി പോകുന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ കുട്ടിയുടെ ബ്രെയിനിന് പഠിക്കാനുള്ള കഴിവുണ്ട്, അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവരുടെ എൻവയോൺമെന്റ് ആണ് അവരെ പിന്നോട്ടേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് എന്താണ് റൂട്ട് കോസ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടികളെ നമുക്ക് പഠനത്തിൽ മുന്നോട്ടേക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അതേസമയം ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. അതായത് കുട്ടിയുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ബ്രെയിനിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾ പഠനത്തിൽ പിന്നിലായി പോകുന്നത് അവർ എഫേർട്ട് ഇടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് മടിയായത് കൊണ്ടോ അല്ല. അവരുടെ ബ്രെയിൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ബ്രെയിന് ഡെവലപ്പ് ആയിരിക്കുന്നത് ആ രീതിയിലാണ്. അല്ലെങ്കിൽ ബ്രെയിനിൽ നമ്മളെ ലേണിങ്ങിന്, ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത് ആ രീതിയിലാണ്. സോ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള സാധാരണ രീതിയിലുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്തുകൊണ്ട് പഠിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് വലിയ ക്ലാസ്സിലെത്തിയിട്ടും അതിനനുസരിച്ചുള്ള ഒരു അക്കാഡമിക് പെർഫോമൻസ് ഇല്ലാതെ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ആളുകളുടെയും ബ്രെയിൻ വർക്ക് ആവുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടാണ്. എന്റെ ബ്രെയിൻ വർക്ക് ആവുന്നത് പോലെയല്ല നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ആവുക.
ഒരേ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന 50 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികളുടെ ബ്രെയിനും വളരെ ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ്. ഓരോ കുട്ടിയുടെയും ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്ന രീതികളും വളരെ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വ്യത്യാസം കാരണമാണ് നമ്മുടെ കുട്ടിക്ക് പഠനത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി പ്രധാനമായിട്ടും 3 ടൈപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡിസ്ലെക്സിയ എന്ന് പറയും. ഡിസ്ലെക്സിയ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റീഡിംഗ് ആയിരിക്കും കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവുക. അവർക്ക് റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് വായിക്കാനും അക്ഷരങ്ങൾ തിരിച്ചറിയാനും വേർഡ്സ് കൂട്ടി വായിക്കാനും സെന്റൻസ് ഫോം ചെയ്യാനും ഒക്കെ ആയിരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അവർ വായിക്കുന്ന സമയത്ത് ചിലപ്പം ബിയും ഡിയും തമ്മിൽ മാറിപ്പോവും. അതുപോലെ തന്നെ പിയും ബിയും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവും, പിയും ഡിയും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവും. ഇങ്ങനെ തുടങ്ങിയിട്ട് അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും ഈ ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ, വേർഡ്സ് കൂട്ടി വായിക്കുന്നതിൽ, സൗണ്ട്സ് ഐഡന്റിഫൈ ചെയ്യുന്നതിലൊക്കെ അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. അതേസമയം രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ഗ്രാഫിയ എന്ന് പറയും. അവരെ സംബന്ധിച്ചിടത്തോളം റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതുക, അല്ലെങ്കിൽ നോക്കി എഴുതുക, നമ്മുടെ എഴുത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് എഴുതുക. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പേപ്പറിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ അക്ഷരങ്ങൾ തിരിച്ച് എഴുതുക, അതുപോലെ തന്നെ അക്ഷരങ്ങൾ വളരെ ഡിസോർഗനൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റിലല്ലാതെ എഴുതുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കുട്ടിയിൽ ശ്രദ്ധിക്കാൻ പറ്റിയേക്കും. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡിസ്കാൽക്കുലിയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്പേഴ്സ് പ്രോസസ്സ് ചെയ്യാനായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, ചെറിയ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് പോലും അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പ്രയാസമായി തീരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു 3 കാറ്റഗറിയാണ് ലേണിംഗ് ഡിസബിലിറ്റിക്ക് ഉള്ളത്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഇന്റലിജന്റ് ആണ്, അവർക്ക് ബുദ്ധിപരമായിട്ട് പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ അവർ ആവറേജോ എബോവ് ആവറേജോ ഇന്റലിജൻസ് ഒക്കെ ഉള്ള കുട്ടികളായിരിക്കും. പക്ഷേ പഠനത്തിൽ ചില കാര്യങ്ങളിൽ മാത്രമായിരിക്കും അവർക്ക് ചിലപ്പം പ്രശ്നം ഉണ്ടാവുക. അത് നമുക്ക് ആ ഒരു പാറ്റേൺ അവരുടെ പഠനത്തിലെ എല്ലാ വിഷയങ്ങളിലും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയേക്കും. എവിടെയാണ് ഇപ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റിയും അതുപോലെ അക്കാഡമിക് ബാക്ക്വേർഡ്നെസ്സും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവുന്നത്? കുട്ടികളെ ഒരു ക്ലാസ് റൂമിൽ പഠനത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന കുട്ടികളൊക്കെ ഒരൊറ്റ ഗ്രൂപ്പായിട്ടായിരിക്കും മിക്കവാറും സ്കൂളിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ക്ലാസ് റൂം ടീച്ചേഴ്സ് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ഈ സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെയുള്ള പുഷും പ്രഷറും ഒക്കെയാണ് ടീച്ചർ കൊടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവരോടൊക്കെ പെരുമാറുന്ന രീതി ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊരിക്കലും ഈ പറയുന്ന കുട്ടികൾക്ക് ആർക്കും ഹെൽപ്ഫുൾ ആവുന്നില്ല. ഓരോ കുട്ടിക്കും അവരവരുടെ നീഡ്സ് മനസ്സിലാക്കി അവരെന്തുകൊണ്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നതെന്നുള്ള റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് അതിനൊരു പരിഹാരം കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ കൃത്യമായിട്ട് ശരിയായ രീതിയിൽ ഓവർകം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ അക്കാഡമിക് ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്ന കണ്ടീഷനുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ എളുപ്പം മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ. അതേസമയം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സൈക്കോളജിസ്റ്റിന്റെ അസിസ്റ്റൻസും അതുപോലെ തന്നെ ഒരു ഡയഗ്നോസിസ്, എന്തുകൊണ്ടാണ് ഇത് ലേണിംഗ് ഡിസബിലിറ്റി തന്നെയാണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തേണ്ടത് കൂടെ ഉണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് അവർക്ക് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് അവർക്ക് അത് കുറെ കൂടെ എഫക്റ്റീവായിട്ട് മാറുക. അപ്പോൾ പാരൻസും ടീച്ചേഴ്സും ഒക്കെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ പാറ്റേൺ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ കുട്ടിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമാണോ ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ വായിക്കുന്നതിൽ, ഏതെങ്കിലും ഒരു എഴുതുന്നതിൽ, മാത്സിൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡൊമൈനിൽ മാത്രമാണോ ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ട രീതിയിൽ മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 2 കാരണമായാലും കുട്ടിക്ക് സപ്പോർട്ട് ആവശ്യമാണ്. കുട്ടിയുടെ ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടുക എന്നുള്ളത്, അതിന് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ 2 കുട്ടികളോടുള്ള അപ്രോച്ച്, അവരോടുള്ള സമീപനം വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. സോ മറ്റൊരു വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.